പറയട്ടെ, ഞാൻ ഈ സംഭവത്തിന്റെ പൂർണ്ണമായ യാഥാർത്ഥ്യം നേരിട്ട് കണ്ട ഒരാളല്ല. രാവിലെ മുതൽ ഞാൻ യാത്രയിലായിരുന്നു. പല ഇടങ്ങളിൽ നിന്നും ചാനലിൽ കണ്ട വാർത്തയാണ് എൻ്റെ അറിവ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കണ്ടിടത്തോളവും കേട്ടിടത്തോളവും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കിരാതമായ രാഷ്ട്രീയ നയത്തിന്റെ പ്രതികരണമാണ് ഇന്നിവിടെ കണ്ണൂരിൽ കണ്ടത്. എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ആലോചിക്കണം. ഒരു മന്ത്രിയാണ് ഇതിന്റെ എല്ലാം മുൻപിൽ ഇത്രയും നിർലജ്ജമായ രീതിയിൽ നടനം അറിഞ്ഞ ഒരു മന്ത്രി, അത് നാട്യം നടത്തി ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു മന്ത്രി. കേരളത്തിൽ മറ്റൊരു മന്ത്രി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ KSUവിന്റെ കുട്ടികളെ പ്രതിക്കൂട്ടത്തിൽ കയറ്റിയത്? എവിടെയാണ് ഈ മന്ത്രിന്റെ അടുത്ത് KSUവിന്റെ കുട്ടികൾ പോയത്? ഏതെങ്കിലും ഒരു തെളിവ് അതിന് കാണിക്കാൻ അവരുടെ കയ്യിലുണ്ടോ? നമ്മളെ KSUവിന്റെ കുട്ടികളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് ഞാൻ മരിക്കാൻ പോകുന്നു, എന്നെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പ്രതികരിക്കുന്ന ഈ പരിഹാസ്യമായ നടപടി ഒരു നാട്യം അറിയാവുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. ഒരു കാരണവശാലും ഈ മന്ത്രി ഈ നാടിന് ഗുണകരമല്ല. ജനത്തിന്റെ മുൻപിൽ മാതൃകയാവേണ്ടുന്ന ഒരു മന്ത്രിയുടെ അടുത്തുപോലും നിൽക്കാൻ സാധിക്കാത്ത ഒരു മന്ത്രിയായി നമ്മുടെ മന്ത്രി വീണ തരം താണു പോയിരിക്കുന്നു. എല്ലാ ആളുകളും ഇത് കാണുന്നുണ്ട്. എല്ലാ ആളുകളും ചാനലിലൂടെ മിക്കവാറും തെളിവുകൾ കാണുന്നുണ്ട്. എന്നോട് നേരിട്ട് ഞാൻ വരുന്ന വണ്ടിയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ടും എന്നോട് അവരൊക്കെ പറയുന്നുണ്ട്, ഈ പറയുന്നതെല്ലാം കളവാണ് എന്ന് പറയുന്നുണ്ട്, ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ച് അതിന് പിന്തുണ കൊടുക്കാൻ ഒരു കേരളത്തിലെ ഒരു നാണം കെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മൾ ഒരുപാട് മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മന്ത്രി എവിടെയാണുള്ളത്? മുഖ്യമന്ത്രി എവിടെയാണുള്ളത്? ഈ മുഖ്യമന്ത്രി അല്ലാതെ ഇതുപോലുള്ള തെറ്റായ നടപടിക്ക് താങ്ങും തണ്ടും ആകാറുണ്ടോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. അപ്പോ ഈ നാട്ടിൽ എല്ലാം തകർക്കുക, സമാധാനം, സാഹചര്യം, ആ സാഹചര്യങ്ങളിലെല്ലാം മുള്ളുകുർത്തി നമ്മുടെ നാടിന്റെ സമാധാന മേഖല തകർക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം CPM പോകുന്നത്. അതിന് പിന്തുണ നൽകാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ മന്ത്രിന്റെ പേരെന്താ, വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയും ഇതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെയാണ്. KSUവിന്റെ കുട്ടികളെയൊന്നും നിങ്ങൾ തിരിച്ചടിച്ച് അവരെ തകർക്കാനൊന്നും നിങ്ങൾ ആരും നോക്കണ്ട. ഇവിടെ നിങ്ങൾ തിരിച്ചടിച്ചാൽ അതിന്റെ പ്രതികരണം അതിശക്തിമത്തായി നിങ്ങളും കാണേണ്ടി വരും, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനൊരു തർക്കവും വേണ്ട. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് CPMനെ തകർക്കാനും CPMനെ എതിർക്കാനും നല്ല കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ. ആ പ്രസ്ഥാനത്തോട് നിങ്ങൾ ഈ ഭീഷണി പറഞ്ഞ് ഞങ്ങൾ ഭയപ്പെടുത്താനൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് നല്ല ചെറുപ്പക്കാരും ആളുകളും ഈ പാർട്ടിക്കുണ്ട്. എവിടം വരെ പോകാനും സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ കോൺഗ്രസിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഇവിടെ ആക്രമിച്ചു. എന്ത് കാര്യത്തിനാണ് ഇവിടെ ആക്രമിച്ചത്? ഒന്ന് പരിശോധിക്കുക. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ CPMന്റെ ഓഫീസിൽ പോയോ? ഏതെങ്കിലും ഒരു CPMന്റെ ഓഫീസിലേക്ക് നമ്മുടെ ഒരു കുട്ടി പോയി കല്ലെറിഞ്ഞോ? എന്തിനു വേണ്ടിയാണ് ഇത്രയും KPCC അല്ല DCCയുടെ ഈ ഓഫീസിന്റെ ഹെഡ്ക്വാർട്ടർ എന്തിനാണ് ആക്രമിച്ചത്? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ, സംസ്കാരമുണ്ടെങ്കിൽ, ഒരു സാമാന്യ സംസ്കാരത്തിന്റെ വല്ല കണികയും മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ അത് ചെയ്യോ? ഇതിനൊരു തിരിച്ചടി നടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാലോ നിൽക്കുവോ? അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഞങ്ങളോട് കളിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചടി വാങ്ങാനുള്ള ഒരു സാഹചര്യം CPM ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് CPMോട് പറയാനുള്ളത്.
സതുദ്ദേശത്തോടു കൂടി പറയുന്നതാണ്. അതവർ കേൾക്കണം, അനുസരിക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ആവശ്യം വന്നാലുണ്ടാവും, ആവശ്യം വന്നാലുണ്ടാവും.